എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഇതിലൂടെലേക്ക് സ്വാഗതം. +1 അലോട്ട്മെൻറ്റ് 2026 ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. ഹൗ ടു ചെക്ക് +1 ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നമുക്ക് നോക്കാം. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വാട്സ്ആപ്പ് ചാനലിലൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ പോവാം. +1 അലോട്ട്മെൻറ്റ് 2026 +1 അലോട്ട്മെൻറ്റ് ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഇനി വെയിറ്റ് ചെയ്യുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾക്ക് വേണ്ടിയാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നാളെയോടെ ലഭ്യമാകുമെന്നാണ് HFCAP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഹൗ ടു ചെക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പല വിദ്യാർത്ഥികളും നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇതിനായി നിങ്ങൾ hfcap.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. hfcap.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം നിങ്ങൾക്ക് അവിടെ തുറന്നു വരുന്ന പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് ലഭ്യമാവും. നിലവിലിപ്പോൾ ആ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് അവിടെ ലഭ്യമല്ല. അത് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് ലഭ്യമാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ജില്ലയും നൽകി ലോഗിൻ ചെയ്യുന്ന പക്ഷം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. ഇനി സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വിവരങ്ങൾ കൃത്യമായി അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചെക്ക് ചെയ്യുന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചാലും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും അത് കണക്ക് തന്നെയാണ്. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോഴാണ് നിങ്ങൾ അഡ്മിഷനായി ഹാജരാവേണ്ടത്. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഈസ് കൃത ഫൗണ്ടർ.